ഇപ്പോൾ കേട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഏക പ്രതി മാത്രമാണ് ഇപ്പോൾ കുറ്റപത്രത്തിലുള്ളതെങ്കിൽ ഞങ്ങൾ തുടക്കം തൊട്ട് സംശയം ഉന്നയിക്കുന്ന പോലെ ഗൂഢാലോചനയോ മറ്റു പ്രതികളോ മറ്റുള്ളവരുടെ ഇൻവോൾവ്മെൻറ്റോ ഇതൊന്നും തന്നെ ഈ SIT അന്വേഷിച്ചതായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം ലോക്കൽ പോലീസ് തുടക്കത്തിൽ അന്വേഷിച്ച് അവർ റിപ്പോർട്ട് സമർപ്പിച്ചാലും ഏകദേശം ഇതുപോലെ തന്നെ ആകുമായിരുന്നു. പിന്നെ ഈ SIT രൂപീകരിച്ചുകൊണ്ടോ അതിൻ്റെ ഹെഡ്സിനെ മാറ്റിയത് കൊണ്ടോ ഉള്ള വ്യത്യാസം മനസ്സിലാവുന്നില്ല. ഞങ്ങളുടെ ആശങ്കകൾ പരിഹരിക്കുന്ന തരത്തിലുള്ള അന്വേഷണം ഒന്നും തന്നെ നടന്നതായിട്ട് ഞങ്ങൾക്ക് തോന്നുന്നില്ല. കുറ്റപത്രം എനിക്ക് അത് വായിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ കേട്ടറിവുകൾ മാത്രമേ ഉള്ളൂ. അതിൽ അവർ സൂയിസൈഡ് ആസ്പെക്റ്റ് മാത്രമായിട്ട് അന്വേഷിച്ചതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഞങ്ങൾ ഹോമിസൈഡിനെ കുറിച്ച് പറഞ്ഞിരുന്നു. അതുപോലെ ഈ ഗൂഢാലോചനയിൽ പങ്കുള്ളവരെക്കുറിച്ചും അവരുടെ പങ്കിനെക്കുറിച്ചും പ്രതിയാക്കപ്പെട്ടവരെക്കുറിച്ചും ഞങ്ങൾ തുടക്കം തൊട്ട് തന്നെ സംശയം ഉന്നയിച്ച് പരാതിയും കൊടുത്തിരുന്നതാണ്. ആ തരത്തിലൊന്നും അന്വേഷണം പോയിട്ടില്ല. വഴിയെ പോകുമ്പോൾ കയറി വന്ന് സംസാരിച്ചു എന്നുള്ള തലത്തിലാണ് ദിവ്യ പ്രസംഗത്തിൽ പറയുന്നത്. പിന്നീട് അതിൽ തന്നെ മാറ്റം വരുന്നുണ്ട്. അവർ നന്നായിട്ട് ഗൂഢാലോചന നടത്തി ഇതിനെക്കുറിച്ച് വളരെ ആലോചിച്ചുറപ്പിച്ച് തന്നെയാണ് വന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഒറ്റയ്ക്കല്ല, പിന്നിൽ നല്ലൊരു സംഘം തന്നെയുണ്ട്. മറ്റെന്തെങ്കിലും ഇൻറ്റൻഷൻ ഉണ്ടോ എന്നുള്ളത് കൂടി അന്വേഷിക്കേണ്ടതായിരുന്നു. ഒരു അപേക്ഷകനെ സംബന്ധിച്ച് ആ ഓഫീസറുമായിട്ട് പലവട്ടം സംസാരിക്കേണ്ടി വരാറുണ്ട്. ഇത്രയും കരുതി കൂട്ടി തെളിവുകൾ ഉണ്ടാക്കുന്ന വ്യക്തികളെ സംബന്ധിച്ച് അവർ തീർച്ചയായും കൈക്കൂലി ചോദിച്ചിരുന്നെങ്കിൽ അതിനൊരു തെളിവുണ്ടാക്കാനും ആ ഓഡിയോ അല്ലെ വീഡിയോ ക്ലിപ്പ് പുറത്തുവിടാനും അവർ ശ്രമിക്കേണ്ടതായിരുന്നു. അതുകൊണ്ട് ഇതെല്ലാം വ്യാജമാണ്, ഈ ആരോപണങ്ങളെല്ലാം വ്യാജമാണ്. ഞങ്ങൾ തുടക്കം തൊട്ട് തന്നെ പറയുന്നതും അതുതന്നെയാണ്. തൃപ്തിയില്ല. അതുകൊണ്ടാണല്ലോ ഞങ്ങൾ ഈ ഏജൻസി അന്വേഷിച്ചാൽ ഞങ്ങൾക്ക് പ്രതീക്ഷയില്ലാത്തതുകൊണ്ടാണ് മറ്റൊരു ഏജൻസി, സെൻട്രൽ ഏജൻസി തന്നെ അന്വേഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് റിട്ട് പിറ്റീഷനുമായിട്ട് പോയത്. അതിൻ്റെ തുടർ നടപടിയിൽ ഇനിയും പോകാൻ ഉദ്ദേശിക്കുന്നതും. അവർ ഈ ദൃശ്യങ്ങൾ അവർ ഫോണിൽ നിന്ന് തന്നെ പ്രചരിപ്പിച്ചു, പ്രാദേശിക ചാനലേഖകരെ വിളിച്ചു വരുത്തി തുടങ്ങിയ ആരോപണങ്ങളെല്ലാം ദിവ്യക്കെതിരെ കുറ്റപത്രത്തിലുണ്ട്. ഉണ്ട്. അതിലെ മിസ്സിൽ ലിങ്കുകൾ ഞങ്ങൾക്കിനി കുറ്റപത്രം ഒന്ന് സീരിയസ് ആയിട്ട് വായിച്ച് പഠിച്ച് അല്ലെങ്കിൽ കൈ കിട്ടിയ ശേഷമേ അതിനെക്കുറിച്ച് കൂടുതൽ പ്രതികരിക്കാൻ പറ്റത്തുള്ളൂ. കൂടുതൽ ചോദിക്കാതെ ഒരുപാട് ഉള്ളടക്കം എല്ലാം കണ്ടില്ല. ഗൂഢാലോചനയിൽ പങ്കാളികളായിട്ടുള്ളവരുടെ കാര്യങ്ങളൊന്നും കുറ്റപത്രത്തിൽ പിന്നെ പ്രതിപാദിക്കുന്നില്ലെന്നാണ് മനസ്സിലാക്കുന്നത്. എന്താ ഇവർ ചെയ്തതെന്ന് അറിഞ്ഞുകൂടാ. സുപ്രീം കോടതിയിലേക്ക് പോകാൻ വേറെ അന്വേഷണ ഏജൻസിക്ക് വേണ്ടിയിട്ടുള്ള നിയമപോരാട്ടം തുടരുക. അതെ, തുടരുകയാണ്.